വരുന്ന ആ കൈകൾ, തോണ്ടൽ, അതൊരു ശരീരം മാത്രമായിട്ട് കാണുന്ന ഒരു വൃത്തികെട്ട മെന്റാലിറ്റി ഈ സമൂഹത്തിൽ ആണുങ്ങൾക്ക് ഉണ്ടാക്കി കൊടുക്കണം. നിന്നെയൊക്കെ പോലുള്ള വിഷ ജന്തുക്കളാണ്, വേഷ ജന്മങ്ങളാണ്. പറഞ്ഞാ തിരിയത്തില്ലയോ? ഇതും നമ്മള് ഒരു കണ്ടന്റിന് വേണ്ടി പറയുന്നില്ല, മനസ്സിന്റെ അങ്ങേ തലക്കിൽ ഇരുന്നുകൊണ്ടുള്ള വേദന കൊണ്ട് പറയുന്നതാണ്. മഞ്ജു പിള്ള എന്ന് പറയുന്ന സ്ത്രീയോടാണ്. നാണോ ഇല്ലേ തള്ളേ? ഒന്നല്ലേ ഉള്ളൂ, 10ഉം 15ഉം ഉണ്ടോ? എന്നാ പിന്നെ അവളോട് അതും കൂടെ ഊരിയിട്ടില്ല, എവിടെയും കൂടെ വന്ന് നിൽക്കാൻ പറ. കാണട്ടെ ആണുങ്ങള്, പിടിക്കട്ടെ. അവർക്ക് ഞെക്കണമായിരിക്കും ആണുങ്ങള്, കണ്ടവന്മാര് കണ്ട് ഒലിപ്പിക്കണമായിരിക്കും. നിനക്ക് ഭയങ്കര സംഭവമായ ഒരു ബോഡി സ്ട്രക്ചർ ഉണ്ട്, അതിലിങ്ങനെ ഞവിടണമായിരിക്കും. താല്പര്യമാണോടി? പോയി ഏതെങ്കിലും ബസ്സിൽ കയറിയില്ലടി, എന്നിട്ട് പോകുന്ന വരുന്ന എല്ലാവന്മാരോടും പറ എന്നെ ഒന്ന് തടവി വിടാൻ. ഇത്ര കാമപ്രാന്താണോ? ഇതൊക്കെ കണ്ട് മിണ്ടാതിരിക്കുന്നത് കൊണ്ടാണ്. കുറച്ച് ദിവസങ്ങളായിട്ട് മഞ്ജു പിള്ള എന്ന ആ വ്യക്തിയുടെ മകൾക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് വളരെ ആഭാസകരമായിട്ടും ആക്ഷേപിക്കുന്ന രീതിയിലും വളരെ വൃത്തികെട്ട രീതിയിലും വളരെ മോശമായിട്ടുള്ള രീതിയിലും ഈ തള്ള യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ കുറേ വീഡിയോ ചെയ്യുന്നുണ്ട്. ആയ കാലത്ത് അവർക്ക് ഇങ്ങനത്തെ ഡ്രസ്സുകളൊന്നും ഇട്ടാൽ നടക്കാനുള്ള ശരീരവും അങ്ങനത്തെ ഉള്ളൊരു ടൈപ്പ് ഓഫ് ബോഡിയോ ഷേപ്പോ ഒന്നും അവർക്ക് ഇല്ലാത്തതുകൊണ്ടായിരിക്കും ആ ഫ്രസ്ട്രേഷൻ ആയിരിക്കും അവരിപ്പോൾ ഇവിടെ വന്ന് ഇവിടെ തീർക്കുന്നത്. എന്തായാലും ഇതിന് എഗെയിൻസ്റ്റ് ആയിട്ട് ഒരു മറുപടിയുമായിട്ട് ദയാസുജിത്ത് വന്നിട്ടുണ്ട്. അതേപോലെ ദയാസുജിത്തിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് ആൾക്കാർ ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇവർ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടുനോക്കാം. നൈറ്റ് ഇട്ട് പുറത്തിറങ്ങിയമാർ എന്തോ ചെയ്യും? എന്തോ വട്ടയിടാനാ? എന്താ കുഴപ്പം? ഓക്കെ, സ്കേർട്ട് ഇട്ട് പുറത്തിറങ്ങിയ എന്താ കുഴപ്പം? ഒരു കുഴപ്പമില്ല. പക്ഷേ അവളിട്ട വസ്ത്രം ഒട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തതായ എന്റെ അമ്മ മനസ്സാണ്. ആ ദേഷ്യമാണ് വല്ലാണ്ട് ബ്ലാസ്റ്റ് ആയി നിങ്ങൾ കേട്ടോ. എനിക്ക് വേണമെങ്കിൽ അത് അപ്ലോഡ് ചെയ്യാതിരിക്കാം, എന്റെ ദേഷ്യം കുറെ പറഞ്ഞിട്ട് ജനങ്ങളെ. അല്ലാതെ അവൾ അറിയണം, അവളെ സ്നേഹിക്കുന്നവരുണ്ടെന്നും അവളെ ഇഷ്ടപ്പെടുന്നവരുണ്ടെന്നും അവിടെ ഈ കാണിക്കുന്ന പേക്കൂത്ത് ഇഷ്ടപ്പെടാത്തവരുണ്ടെന്നുമാണ് ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം. നിങ്ങൾ ചിലപ്പോ ഇനിയിപ്പോ നമ്മുടെ ഫേസിന്റെ ഇതൊക്കെ കൊണ്ടിട്ട് ഞാൻ തീരെ ചെറുപ്പമാണെന്ന് തെറ്റിദ്ധരിക്കരുത്. ഞാൻ നല്ല വയസ്സുള്ള ഒരു സ്ത്രീയാണ്, അത്യാവശ്യം പ്രായമുള്ള ഒരു മുത്തശ്ശിയാണ്. വീഡിയോക്കകത്ത് പറയുന്നത് അവരാദ്യം പറഞ്ഞ ആ അത്രയും സെന്റൻസ്, അത്രയും മോശപ്പെട്ട ആഭാസകരമായിട്ടുള്ള പറഞ്ഞ ഓരോ വാക്കുകളും അമ്മ മനസ്സിന്റെ വേദനയാണെന്ന്. ഈ ലോകത്തിലെ ഏതെങ്കിലും അമ്മമാർ സ്വന്തം മക്കളെക്കുറിച്ച് ഇത്ര മോശമായിട്ട് ബസ്സിൽ പോയി നിൽക്കടി നിനക്ക്, എനിക്കത് പറയാൻ പോലും ശരിക്കും പറഞ്ഞാൽ അറപ്പ് തോന്നുന്നുണ്ട് ആ ഒരു സെന്റൻസ്. അത് കേൾക്കുന്ന ഒരാൾ എങ്ങനെ സഹിച്ചു കാണും അത്? അല്ലെങ്കിൽ ആ അമ്മയ്ക്ക് എത്രത്തോളം അത് ഹേർട്ട് ചെയ്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ ആ കുട്ടിക്ക് അത് എത്രത്തോളം വിഷമം ഉണ്ടായിട്ടുണ്ടാവും. ആ ഒരു ബോധം പോലും ഇല്ലാതെ ഒരു ഫോട്ടോഷൂട്ട് ചെയ്ത ആ ഒരു പിക്ചർ എടുത്ത് വെച്ചിട്ട് ഈ ലോകത്തിൽ എന്തോരം ആൾക്കാർ, നമ്മുടെ ഫിലിം ആക്ടേഴ്സ് ചെയ്യുന്നു, ഐശ്വര്യ റായ് ഉൾപ്പെടെ ഈ ലോകത്തിലുള്ള എല്ലാ സെലിബ്രിറ്റീസും ആക്ടേഴ്സും അല്ലെങ്കിൽ ഒരുപാട് മോഡലിംഗ് ഷൂട്ട് ചെയ്യുന്ന ഒരുപാട് ആൾക്കാർ ഒക്കെ ചെയ്യുന്ന തരത്തിലുള്ള അത് കണ്ടിട്ട് ആൾക്കാർക്ക് എന്ത് തോന്നാനാണ്? അത്രയും മോശപ്പെട്ട ഒരു വൃത്തികെട്ട ബോഡി ടൈപ്പ് പോലും അല്ല, വളരെ നല്ലൊരു ബോഡി ടൈപ്പ് ഉള്ള ഒരു കുട്ടിയാണ്. ആ കുട്ടിക്ക് നന്നായിട്ട് ആ ഡ്രസ്സ് സൂട്ട് ആവുന്നുണ്ട്. ഇപ്പം അവർക്ക് ഇതൊന്നും ഇടാൻ പറ്റാത്തതിൻ്റെ ഫ്രസ്ട്രേഷനാണ് അവർ കിടന്ന് കാണിക്കുന്നത്. ഇത് കണ്ടിട്ട് നമ്മുടെ കേരളത്തിലെ ആണുങ്ങൾക്ക് എന്ത് തോന്നാനാണ്? അപ്പം ഈ കൊച്ചു കുട്ടികളെ റേപ്പ് ചെയ്യുന്നത് അവർ ഏത് ഡ്രസ്സ് ഇട്ടിട്ടാ, എന്തിൻ്റെ ബേസിലാണ്? ചുരിദാറിട്ടുകൊണ്ട് പോകുന്ന നടക്കുന്ന ആൾക്കാർ റേപ്പ് ചെയ്യുന്നില്ലേ? അതെന്ത് കണ്ടിട്ടാ? അപ്പം ഇത്രയ്ക്കങ്ങ് പതിവ്രത ചമഞ്ഞ്, അയ്യോ ഇത്രയും ഒരു ഡ്രസ്സ് അങ്ങോട്ട് കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ അമ്മച്ചിയുടെ എല്ലാം ഉരുകി അങ്ങ് വീണ് സഹിക്കാൻ പറ്റാത്ത ഫ്രസ്ട്രേഷനോടെ പൊട്ടിത്തെറിച്ച അമ്മച്ചിയെക്കുറിച്ച് ബാക്കിയുള്ള ആളുകൾക്ക് എന്താ പറയാനുള്ളതെന്ന് നമുക്കൊന്ന് കേട്ട് നോക്കിയാലോ. ഇവള് ദുബായിൽ പണ്ട് എന്തായിരുന്നു പരിപാടി എന്നും ഇവള് ഇപ്പോൾ നാട്ടിൽ വന്നിട്ട് സ്വന്തം കൂട്ടുകാരികളുടെ കൂടെ നടന്നിട്ട് അവരെ ഭർത്താക്കന്മാരെ വെച്ചോണ്ടിരുന്നിട്ടാണ് അവൾ ഈ സംസാരിക്കുന്നത്. അവളെ പറ്റിയിട്ട് ചെറിയ കുറച്ച് വിവരണങ്ങൾ തരാൻ വേണ്ടിയിട്ടാണ് വന്നത്. ഇന്ന് ഇവിടെ വന്നിരുന്ന മറ്റേ കവലപ്രസംഗം നടത്തുന്നുണ്ടല്ലോ, അവള് വലിയ കുലയാണ്, മറ്റേതാണ് മറിച്ചതാണെന്ന്. എന്റെ പൊന്നു മകളെ, 2019 സമയത്ത് ഇവളുടെ ന്യൂഡിറ്റി ഉൾപ്പെടെയുള്ള സാധനങ്ങള് ഇവള് പല ആളുകൾക്കും അയച്ചു കൊടുത്തത് ഒരുപാട് ഇടങ്ങളിൽ പബ്ലിഷ് ആയിട്ടുണ്ട്. ഓക്കെ, ഇവൾ ഇതിന്റെ പേരിൽ ഇനി എന്ത് കാര്യങ്ങൾ എനിക്കെതിരെ സംസാരിച്ചാലും ഞങ്ങളൊക്കെ കണ്ടതാണ്. ഇവളുടെ ന്യൂഡിറ്റി അത് ഇവള് വിറ്റ് കാശാക്കിക്കൊണ്ടുണ്ടായിരുന്ന ഒരു സ്ത്രീയാണ്. എങ്ങനെയാണ് ഈ സ്ത്രീക്ക് ഒരു ബോൾഡ് മോഡലിംഗ് പിക്ചർ കണ്ടിട്ട് ഇത്രമാത്രം സ്ലെഷ് ഷെയ്മിങ്ങും ബോഡി ഷെയ്മിങ്ങും അതുപോലെ വേശ്യ എന്നുള്ള പ്രയോഗവും നടത്താൻ സാധിക്കുന്നത്? ആദ്യം അവള് പോയിട്ട് അവള് ചെയ്ത വൃത്തികേടിനെ മറിക്കാനും അവളുടെ ഫ്രസ്ട്രേഷൻ തീർക്കാനും വേണ്ടിയിട്ടാണ് കേരളത്തിൽ അത്യാവശ്യം അറിയുന്ന ആളുകൾക്ക് എന്താ പറയാ കുറച്ചെങ്കിലുമൊക്കെ ഒരു സപ്പോർട്ടിംഗ് ഒക്കെ ഉള്ള ആളുകളെ നോക്കി ഈ സ്ത്രീ അറ്റാക്ക് ചെയ്യുന്നത്. പൊതുവെ ഇവർക്ക് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ഇവർക്ക് ഇതിൽ നിന്ന് സീരിയസ്ലി പറയട്ടെ വലിയ തോതിലുള്ള ഒരു ഓർഗാസം സംഭവിക്കുന്നുണ്ട്. ഒരേ ഇരിപ്പിരിക്കും. 3 ഭർത്താക്കന്മാരുണ്ടായിരുന്നു. 3 പേരെ കൊന്നിട്ട് വിധവാ പെൻഷൻ വാങ്ങിക്കുന്ന ഒരുത്തിയാണ് അവള്. ഒന്ന്. രണ്ടാമത്തേത് ദുബായില് പിമ്പായിരുന്നു, വലിയൊരു പിമ്പായിരുന്നു. ആ പിമ്പിനെ അവിടെ നിന്ന് ബാൻ ചെയ്താണ് വിട്ടിരിക്കുന്നത്. ദുബായിൽ ഇനി തിരിച്ചു പോകാൻ പറ്റത്തില്ല. ഇവരുടെ മൂത്ത മകനാണ് ഇവർക്ക് വേണ്ടി എല്ലാ ഒത്താശയും ചെയ്തു കൊടുക്കുന്നത്. പല ആളുകളുടെയും യൂട്യൂബ് ചാനലുകളിലും മറ്റൊക്കെ ഇവരെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ പല ഇടങ്ങളിലുണ്ട്. ആർക്കെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ എന്റെ PM വന്നു കഴിഞ്ഞാൽ ഞാൻ വളരെ കൃത്യമായിട്ട് ഇവളെ പറ്റിയുള്ള ഡീറ്റെയിൽസ് തരാം. 3 ദിവസമായിട്ട് എല്ലാവരും എൻ്റെ അടുത്ത് വന്ന് ചോദിക്കുന്നുണ്ട്, പലർക്കും അറിഞ്ഞൂടാതെ മനസ്സിലായി. സോ ദാറ്റ്സ് വൈ കുട്ടികളൊക്കെ ഇടപെട്ട് തുടങ്ങി, കുട്ടികളൊക്കെ പ്രതികരിക്കാൻ തുടങ്ങി.
എനിക്കത് കണ്ടപ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന വിഷയങ്ങൾ വളരെ മോശപ്പെട്ടതാണെന്നും വളരെ വൃത്തികെട്ട രീതിയിലുള്ളതാണെന്നുള്ളതും എനിക്ക് തന്നെ നല്ല ബോധ്യമുണ്ട്. പക്ഷെ എനിക്ക് പറയാതിരിക്കാൻ പറ്റുന്നില്ല. കാരണം ഇത്രയും നല്ല ഒരു ബോൾഡ് ഫോട്ടോഷൂട്ട് കണ്ടിട്ട് വളരെ വൃത്തികെട്ട രീതിയിൽ ആ കുട്ടിയെ ഷെയിം ചെയ്യാൻ ഇവൾ ആരാണെന്നുള്ളതാണ്. ഈ സ്ത്രീക്ക് ശരിക്കും സെക്ഷൽ ഫ്രസ്ട്രേഷനാണ് ഈ സ്ത്രീക്ക് ഉള്ളത്. ഈ സ്ത്രീ ഇങ്ങനെ ഇരുന്നിട്ട് ഇങ്ങനെ പറയുമ്പോൾ ഇവർ ഭയങ്കര ദീർഘനിശ്വാസങ്ങൾ എടുക്കും. ദീർഘനിശ്വാസങ്ങൾ. ഈ ദീർഘനിശ്വാസം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് ഞാൻ പറയണ്ടല്ലോ നിങ്ങൾക്ക്. പക്ഷെ എനിക്കിത് ഇവിടെ പറയേണ്ടി വന്നത് ഒരുപാട് പേര് എൻ്റെ അടുത്ത് ആവശ്യപ്പെട്ടത് കൊണ്ടിട്ടാണ്. ഇത്രയും ഫ്രസ്ട്രേഷനോടുകൂടി ഈ അമ്മച്ചി ഇത്രയുമൊക്കെ ഈ കൊച്ചിനെ പറഞ്ഞ് ഇത്രയൊക്കെ ആക്ഷേപിച്ചപ്പം എന്തെങ്കിലുമൊക്കെ അതിൻ്റെ പുറകിൽ അമ്മച്ചിക്ക് ഒരു ഇതൊക്കെ കാണുമെന്ന് തോന്നിയായിരുന്നു. പക്ഷേ ഓക്കെ ഫൈൻ, ഇപ്പം അത് മനസ്സിലായി, ഏകദേശം എല്ലാവർക്കും ഒരു ഊഹം മനസ്സിലായി കാണുമല്ലോ. അമ്മച്ചി ഓൾറെഡി ന്യൂഡിറ്റി ഒക്കെ വിറ്റ് ക്യാഷാക്കി ഇങ്ങനെ എന്തൊക്കെയോ ചെയ്ത് പിമ്പ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് അവിടെ നിന്ന് ജോലി സ്ഥലത്തു നിന്ന് ദുബായിൽ നിന്നൊക്കെ ബാൻ ചെയ്ത് ഇങ്ങോട്ട് വിട്ടതാണ്. അപ്പം ഇവിടെ ജീവിക്കാൻ നിവൃത്തിയില്ലാത്തത് കൊണ്ട് സെലിബ്രിറ്റീസ് ആയിട്ടുള്ള ആൾക്കാരെയും അവരുടെ മക്കളെയും ഒക്കെ യൂസ് ചെയ്ത് കുറച്ചൊന്ന് ഒന്ന് എക്സ്പോസ് ചെയ്ത് സ്വന്തമായിട്ടൊന്ന് സെലിബ്രിറ്റി ഇമേജിലോട്ടോ അല്ലെന്നുണ്ടെങ്കിൽ കുറച്ചൊരു പബ്ലിസിറ്റി ഇമേജിലോട്ടൊക്കെ വരാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് നടക്കുന്നത്. അമ്മച്ചി പറയുന്നുണ്ട് ഞാൻ എവിടെ കാര്യം അവതരിപ്പിച്ചാലും അതങ്ങ് ഭയങ്കര ഹിറ്റാവും. പക്ഷേ കണ്ടെടുത്തോളം അത്ര ഹിറ്റൊന്നും അല്ല. പുള്ളിക്കാരത്തെ നോക്കിയപ്പം രേണുസുതി കുറച്ച് ഇതായിട്ട് നിൽക്കുക. അപ്പോൾ രേണുസുതിയെ വിറ്റ് കുറേ ക്യാഷ് ഉണ്ടാക്കി. രേണുസുതിയെ പറഞ്ഞ് രേണുസുതിയുടെ ഒരു 10,000 വീഡിയോ പുള്ളിക്കാരത്തിയുടെ അക്കൗണ്ടിലുണ്ട്. ഇപ്പം പിന്നെ അതങ്ങോട്ട് ക്ലിക്ക് ആവുന്നില്ല എന്ന് കണ്ടപ്പോഴത്തേക്കും ഒട്ടനെ തന്നെ ഈ ദയാ സുജിത്ത് എന്നൊരു വ്യക്തി മാത്രമല്ല ഈ ഒരു ടൈപ്പ് ഓഫ് ഫോട്ടോഷൂട്ട് ഇവിടെ നടത്തിയിട്ടുള്ളത്. പുള്ളിക്കാരത്തെ നോക്കിയപ്പോൾ ഇപ്പം പിടിക്കാൻ പറ്റുന്ന ഒരു ജെൻസീസിൻ്റെ ഇടയിലോട്ടൊക്കെ ഒന്ന് കൈ കടത്താൻ പറ്റുന്നത് ഇപ്പോൾ ദയാ സുജിത്താണ്. കാരണം അറ്റ്ലീസ്റ്റ് അത്യാവശ്യം എല്ലാവർക്കൊക്കെ പുള്ളിക്കാരത്തെ ഇപ്പോൾ ഇഷ്ടപ്പെട്ട് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഉടനെ പുള്ളിക്കാരത്തെ പിടിച്ചു കഴിഞ്ഞാൽ എല്ലാവരും അതെടുത്ത് വെച്ച് വീഡിയോ ചെയ്യും. ഞാനപ്പം കുറച്ച് ഫേമസ് ആവും, എൻ്റെ വീഡിയോ കാണാൻ ആൾക്കാർ വരും എന്നുള്ളൊരു കൈൻഡ് ഓഫ് ചിന്താഗതിയിൽ, അല്ലെങ്കിൽ പണ്ടെപ്പോഴോ പുള്ളിക്കാരത്തേക്ക് ചെയ്യാൻ പറ്റാതെ പോയ കുറച്ച് കാര്യങ്ങൾ കൊണ്ടുള്ള ഫ്രസ്ട്രേഷൻ കൊണ്ട് ഇരിക്കപ്പുറതിയില്ലാതെ ചെയ്തു പോയിട്ടുള്ള കുറച്ച് വീഡിയോസാണ് ആയിട്ടാണ് എനിക്കിതിനെയൊക്കെ തോന്നുന്നത്. നിങ്ങൾക്ക് എന്താ തോന്നുന്നത് എന്നുള്ളത് കമൻറ്റ് ചെയ്യാം.